ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കഷ്ടപ്പാടുമല്ല നിങ്ങൾ അറിയണ്ടോ? വീഡിയോ എടുക്കാനായിട്ട് വളരെ ഒരു രക്ഷയില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. പടഞ്ഞു ഒഴിയുന്ന ലൈറ്റും കിട്ടില്ല. എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ ഹൗസിന്റെ വീടിന്റെ വരാന്തേനെ തന്നെ വീഡിയോ എടുക്കുകയാണ്. മഴയൊക്കെ പുറത്ത്, കുഞ്ഞുങ്ങളെ മഴയൊക്കെ പണി കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ പറയാം അതിപ്പോ അവിടെ നോക്കേണ്ട ആവശ്യം, ഞങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ പറഞ്ഞല്ലേ. ഞങ്ങൾ പുറത്തുള്ള വിദേശത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇന്നലെ കർത്താവിന്റെ കരുണ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ വിശുദ്ധ ജോൺ മരിയ തിരുനാൾ ദിവസം നാളെയല്ലേ? അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആൾക്ക് പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ പറയത്തക്ക വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ അഭിഷേകത്തിന് കൂടണം കേട്ടോ. ഇന്നത്തെ അഭിഷേകത്തിന് നിങ്ങൾക്ക് പറ്റിയ വിഷയമാണ്. കർത്താവ് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ചിലത് പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ നിറവേറാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും ധൈര്യമായിട്ട് കണ്ടോ, ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ ഫീസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ബ്ലെസ്സിങ്ങും തരാം. ഒരു നന്മയും ചൊല്ലി മീഡിയയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ. വലിയൊരു ഈ കുഞ്ഞുടോക്കിനൊക്കെ വേണ്ടിയുള്ള ശരിക്കും പ്രാർത്ഥിക്കണം, അങ്ങോട്ട് എക്സ്ട്രാ പ്രാർത്ഥന വേണം. അഭിഷേകം നിത്യ ഓർക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ തിരുവചനമാണ്. ചാപ്റ്റർ 7 വേഴ്സ് 1. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഏത് ദിവസമാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ളതാണ്. അപ്പോൾ കർത്താവ്, നിങ്ങൾ ചിലപ്പോൾ പതിനും കൊട്ടിയതിനോട് പറയും, കർത്താവ് ദർശിച്ച എല്ലാ ദിവസവും നല്ലതാണ്, ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമല്ല. നിങ്ങളങ്ങനെ പറയുന്നത് എനിക്കറിയാം. എന്റെ സഹോദരങ്ങളെ, ഇവിടെ വചനം ഇതാണ്, മേൽത്തരം നല്ലതരം, മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. എന്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ സെന്റൊക്കെ പൂശിയല്ലേ, അങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ട്. കുറച്ച് വേർക്കുന്നവർക്കൊക്കെ കുറച്ച് നല്ലതായിരിക്കും, ആവശ്യമില്ലാത്തതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ അങ്ങനത്തെ ഒരു മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേര് അല്ലേ, നമ്മുടെ പേര് നമ്മുടെ പേര് കളയുന്ന രീതിയിലുള്ള പെരുമാറ്റം ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ട് വരാം, ചിലപ്പോൾ നാട്ടുകാർ നമ്മൾ പേര് കളയുകയും ചെയ്യും, അത് വേറെ വിഷയം. അപ്പം അതിനേക്കാൾ ഇപ്പോൾ സൽപ്പേര് ഇനിയുള്ളതാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ജന്മദിനത്തേക്കാൾ മരണദിനം ഉത്തമമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ ആ മരണ ദിവസം ഓർക്കുന്നതിലാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം, അതോ നമ്മുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ഡേറ്റ് ഓർക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം? അവനവന്റെ മരണദിനം എന്തായാലും ഓർക്കാൻ പറ്റിയല്ല. പിന്നെ വിശുദ്ധാത്മാക്കൾക്കാണെങ്കിൽ അത് വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ട്. എന്റെ സഹോദരങ്ങൾ, ഒരു പക്ഷേ നമ്മളെ സമയം ബർത്ത്ഡേ അല്ലേ, ജന്മദിനം, അത് ഒരു സന്തോഷം കേക്കൊക്കെ മുറിച്ച് അവിടെ ഇവിടെയൊക്കെ വാരി തേച്ച് സംഗതി കുറച്ചൊക്കെ വെച്ച് പായസം വെച്ചു അങ്ങനെയൊക്കെയുള്ള അല്ലെ പുറത്തുനിന്ന് പോയി അങ്ങനത്തേക്കുള്ള പിന്നെ എക്സ് ആഘോഷങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി എന്താ പറയണത്, അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, ദേവാലയത്തിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന ചേരിക്കുന്നു, അന്ന് കൂടുതൽ ബൈബിൾ വായിക്കുന്നു, ഇതുപോലെ ഉണ്ടായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു, ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കൃപ സ്വീകരിക്കുന്നു. അതൊക്കെ പുതിയ അറിവായിരിക്കുമല്ലോ ചില ആൾക്കാർക്ക് അല്ലേ. ആദ്യം പറഞ്ഞ എല്ലാവർക്കും ക്ലിയറാവും. അപ്പം അത് ഓർക്കാനാണോ ഇഷ്ടം, അതോ നമ്മുടെ അപ്പന്റെ നമ്മുടെ അമ്മച്ചിയുടെ മരണദിനം, അവർ അന്ത്യശ്വാസം വലിച്ചത്, അവരെ സെമിത്തേരിലേക്ക് യാത്രയാക്കിയത്, അനുസ്മരണം, അല്ലെങ്കിൽ എന്താ പറയണത് 7:41, 9 അങ്ങനത്തൊക്കെയുള്ള ശുശ്രൂഷകള്, 1-ാം വാർഷികം, ഇതൊക്കെ ഓർക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം? അതൊരു ചോദ്യമാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മുഖം മാറുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളില് തോമാസ് ലീഗായുടെ ജന്മത്തിരുന്നാളാണ് മരണത്തിരുന്നാളാണ് ആഘോഷിക്കുന്നത് അല്ലേ. വിശുദ്ധാത്മാക്കൾ ജീവചരിത്രത്തിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ജന്മത്തിരുന്ന സ്നാപകന്റെ ജന്മം അങ്ങനത്തേക്കുള്ള ചില എക്സെപ്ഷൻസ് ഒക്കെ ആയിട്ട് ചില, പക്ഷെ വിശുദ്ധാത്മാക്കളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ മറ്റൊരു തരത്തിലുണ്ട്. പക്ഷെ നമ്മളെന്താണ് മരണത്തിരുന്നാളാണ് അല്ലേ. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് പറഞ്ഞത്, അങ്ങനെ അമ്പലോത്ഭവം അങ്ങനത്തെ ചില മേഖലകൾ വേറെയുണ്ട്, സ്വർഗാരോപണം. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതാണ് ബൈബിൾ പഠിപ്പിക്കുക, ജന്മദിനത്തെക്കാൾ മരണദിനമാണ് നല്ലത്. അത് ഭയങ്കര സംഭവമില്ലേ, സ്വർഗത്തിലേക്ക് ജനിച്ചില്ലേ അവര്. നമ്മൾ ഈ ടോക്കെല്ലാം കേട്ട് നടക്കുന്നത് എന്തിനാ, നമ്മൾ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടില്ലേ. എന്നിട്ട് ആ ദിവസം ഓർക്കും മഹാ ഒരു ഓഫ്. അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മരണദിനമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ കാണണം കേട്ടോ. പിന്നെ തത്തുല്യമായതൊക്കെ വേറെ എവിടെ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. എനിവേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ മരണദിനം ഒരുങ്ങുന്നു അല്ലേ, മാലാഖ വരുന്നു, ഭയങ്കര സംഭവമില്ലേ. കർത്താവ് കൃത്യം അനുഗ്രഹിക്കട്ടെ കേട്ടോ.
കുറച്ച് നേരം മനസമാധാനം പോകും, എന്നാലും സാരമില്ല, വചനമല്ലേ, കുറച്ച് കഴിയുമ്പോൾ സമാധാനം കിട്ടിക്കോളും. അനുഗ്രഹിക്കട്ടെ കേട്ടോ, കൂടെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിക്കണം, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവം, അത്ഭുതകരമായ സാന്നിധ്യവും കൃപയും അങ്ങ് തന്നില്ല, നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം ആശീർവദിക്കുക. അഭിഷേകാന്തി കാണുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ്, ഈ ടോക്കിലെ വചനങ്ങൾ ധ്യാനിക്കാൻ വേണ്ട കൃപയും ധൈര്യവും നിങ്ങളുടെ മേൽ ആവശ്യിക്കട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടഅരിവുകളെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടി പായിക്കുന്നു. ഓ കർത്താവ് ദൈവമേ, ഇപ്പോൾ ആശീർവാദം കൊടുക്കുക. അവിടുന്ന് തന്നെ നേരിട്ട് ശിരസിൽ കരങ്ങൾ വെച്ച് ആശീർവാദം കൊടുക്കുന്ന മനസ്സ് കാണുവാണ് കർത്താവ്. ഈ ആശീർവാദം കൃപയോടെ സ്വീകരിക്കുന്നവരോട് യേശു നിൽക്കുന്നത് കണ്ട് ആശീർവദിക്കുക. ഓ കർത്താവ് ദൈവം, പ്രത്യേകിച്ചിട്ട് ഈ മാസത്തിൽ ബർത്ത്ഡേ, ഫീസ്റ്റ്, വിവാഹ വാർഷികം, അല്ലെങ്കിൽ വീട് കയറി താമസം, വിവാഹം, കർത്താങ്ങത്തെ പലതരത്തിലുള്ള കർമ്മങ്ങൾ, അതുപോലെ ചില മരണത്തിന്റെ വർഷങ്ങളിൽ എല്ലാ തരത്തിലുള്ള വാർഷികങ്ങളെ അനുസ്മരിക്കുകയാണ്. ഈ മാസം ജോലിക്ക് കയറുന്നവര്, കർത്താവ് പഠിക്കാൻ പോകുന്നവര്, അങ്ങനെ എല്ലാവരും ആശീർവദിക്കുകയാണ് കർത്താവ്. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം തുടങ്ങുന്നവര്, ഏതെങ്കിലും തരം വെഞ്ചിരിപ്പ് എല്ലാവരും ആശീർവദിക്കുക. നല്ലത് സംഭവിക്കുന്നത് ഒരു ഫലദായകമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.